ഹലോ കുട്ടികളെ, നമ്മളിന്ന് 4ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോണേ. പ്രവർത്തനം 1. വായിക്കാം എഴുതാം. താഴെ തന്നിരിക്കുന്ന പദ്യഭാഗം വായിച്ച് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പാറി നടക്കും പൂമ്പാറ്റേ, എവിടെ നിങ്ങൾ പോകുന്നു? എൻ്റെ വീട്ടിൽ പോന്നാലോ ഞാൻ ഒരു കുടം തേൻ തരാം. വയലേലകളിൽ പാറി നടന്നാൽ കുഞ്ഞി തളരൂലേ, എൻ്റെ കൂടെ പോന്നാൽ ഞാൻ പൊന്നുപോലെ നോക്കിയിടാം. അത്തിമരത്തിൻ താഴെ പൊത്തിൽ എനിക്കുമുണ്ടൊരു വീട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട് വീട്ടിൽ. കഥ പറയാൻ കൂട്ടിനായി മുത്തശ്ശിപ്പൂവും പാട്ടുപാടാൻ കൂട്ടിനായി വലിയൊരു പുഴയും ഉണ്ടല്ലോ. ഈ കവിതയിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടെത്തി എഴുതണം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. കഥ പറയാൻ കൂട്ടിനായി ആരുണ്ടെന്നാണ് പൂമ്പാറ്റ പറയുന്നത്? കഥ പറയാൻ കൂട്ടിനായി ആരുണ്ടെന്നാണ് പൂമ്പാറ്റ പറയുന്നത്? മുത്തശ്ശിയല്ലേ, മുത്തശ്ശിപ്പൂവ് ഉണ്ട്. അപ്പോൾ ഉത്തരം എന്താ? മുത്തശ്ശിപ്പൂവ്. രണ്ടാമത്തെ ചോദ്യം, ഭംഗി എന്ന വാക്കിന് പകരം പദം എഴുതുക. നമ്മൾ പകരം പദം പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഭംഗി എന്ന വാക്കിൻ്റെ പകരം പദം ഏതാ? അഴക്. ഇനി ക്വസ്റ്റ്യൻ 3. വയലേലകളിൽ പാറി നടന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് കുട്ടി പറഞ്ഞത്? എന്ത് സംഭവിക്കുമെന്നാണ് കുട്ടി പറഞ്ഞത്? എന്നല്ല പറഞ്ഞേക്കണേ, കുഞ്ഞു ചിറക് തളരും എന്നല്ല പറഞ്ഞേക്കണേ. അപ്പോൾ അതാണ് ഉത്തരം. ഇനി 4ാമത്തെ ചോദ്യം, അച്ഛനുണ്ട് എന്ന വാക്കിനെ പിരിച്ചെഴുതുക. അച്ഛനുണ്ട് വാക്കിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? അച്ഛൻ പ്ലസ് ഉണ്ട്, അങ്ങനെയല്ലേ അച്ഛനുണ്ടെന്നുള്ള വാക്കിന് പിരിച്ചെഴുതുന്നേ. പ്രവർത്തനം 2. ജീവചരിത്രക്കുറിപ്പ്. തന്നിരിക്കുന്ന വിവരങ്ങളും നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളും ഉൾപ്പെടുത്തി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. നോക്കിക്കേ, ആരെക്കുറിച്ചുള്ള വിവരണമാണ് തന്നേക്കുന്നത്? മലയാള സാഹിത്യ ലോകത്തെ പ്രധാന കവി, 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ഒരു കുലം മുന്തിരിങ്ങ, വെണ്ണക്കല്ലിൻ്റെ കഥ എന്നിവ പ്രധാന കൃതികൾ. 2020 ഒക്ടോബർ 15 അന്തരിച്ചു. ഇതാരാ? അക്കിത്തമാണല്ലേ. നമുക്കെന്താ ഉത്തരം എഴുതണ്ടേ? അക്കിത്തത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ്. നോക്കിക്കേ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിൽ ജനനം. അമേത്യൂർ അക്കിത്തത്ത് മനയിൽ വാസുദേവൻ നമ്പൂതിരിയും ചേക്കൂർ മനയ്ക്കൽ പാർവതി അന്തർജനവുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. 2008 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. 2019 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വെണ്ണക്കല്ലിൻ്റെ കഥ, ഒരു കുലം മുന്തിരിങ്ങ എന്നിവയാണ് പ്രധാന കൃതികൾ. 2020 ഒക്ടോബർ 15 അദ്ദേഹം അന്തരിച്ചു. ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് ജീവചരിത്രക്കുറിപ്പ് എഴുതണം കേട്ടോ. ഇനി പ്രവർത്തനം 3. മേടക്കാറ്റ് പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കുന്നു. എന്നാൽ ആബിദക്കുട്ടിക്ക് മേടക്കാറ്റിനെ കാണാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം കണ്ടുമുട്ടുന്ന ആബിദക്കുട്ടിയും മേടക്കാറ്റും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അവർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കിയാലോ. ആദ്യം ആബിദക്കുട്ടി: കാറ്റമ്മാവ, വളരെ സന്തോഷമുണ്ട് കാണാൻ സാധിച്ചതിൽ. ഇന്നലെ എപ്പോഴാണ് പട്ടൂസുമായി എത്തിയത്? അതിന് കാറ്റമ്മാവൻ എന്താ പറയണേ? നേരം ഒരുപാട് വൈകി ഞങ്ങൾ എത്തിയപ്പോൾ. ആബിദക്കുട്ടി നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാണ് ഉണർത്താതിരുന്നത്. ആബിദക്കുട്ടി: ഞാൻ പട്ടൂസിനോട് പറഞ്ഞതാണ് ഒത്തിരി ദൂരെ പോകരുതെന്ന്, അവൻ അനുസരിച്ചില്ല. കാറ്റമ്മാവൻ: പട്ടൂസ് ആകാശത്തിലെത്തിയപ്പോൾ ആകെ പേടിച്ചുപോയി. അപ്പോൾ അമ്പിളി അമ്മാവൻ എന്നെ വിളിച്ചു. തുടർന്ന് ഞാൻ പട്ടൂസിനെ കൊണ്ട് ആബിദക്കുട്ടിയുടെ അടുത്തെത്തി. ആബിദക്കുട്ടി: നന്ദി കാറ്റമ്മാവ, തക്ക സമയത്ത് അവനെ എൻ്റെ അടുത്തെത്തിച്ചല്ലോ. കാറ്റമ്മാവൻ: ശരി, ഞാൻ ഇടയ്ക്ക് നിങ്ങളെ കാണാൻ വരാം. ഇത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് കാറ്റമ്മാവൻ എന്ത് ചെയ്തു? തിരിച്ചുപോയി. ഇനി പ്രവർത്തനം 4 നോക്കിയാലോ. കാഴ്ചകൾ എന്തെല്ലാം? ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം എന്ന് സങ്കല്പിച്ചെഴുതുക. എന്തൊക്കെയായിരിക്കും? നമുക്ക് നോക്കിയാലോ. കളം കളം പാടി ഒഴുകുന്ന നദികൾ, തലയുയർത്തി നിൽക്കുന്ന മലകൾ,
പച്ചപ്പുൽമേടുകൾ, നൃത്തം ചെയ്യുന്ന മയിലുകൾ, തിരമാലകൾ, കയറി ഇറങ്ങി വീശിയടിക്കുന്ന കടൽ, പച്ച വിരിച്ച പാടങ്ങൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, വിവിധതരം ജന്തുജാലങ്ങൾ എന്നിവയാണ് സൈക്കിൾ സവാരിയിൽ ചന്ദ്രൻ കാണുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഭാവനയിൽ വരുന്ന വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതണം കേട്ടോ. ഇനി 5ാമത്തെ പ്രവർത്തനം. കഥ പൂർത്തീകരിക്കാം. ഒരു കുളത്തിൽ 2 പരൽ മത്സ്യങ്ങൾ പാർത്തിരുന്നു. 2 പേരും വെളുത്തു തിളങ്ങുന്ന സുന്ദരികളായിരുന്നു. അവർ വെള്ളത്തിൽ തുള്ളിച്ചാടി നീന്തി കളിച്ച് രസിച്ചു. അങ്ങനെയിരിക്കെ അവർക്ക് തങ്ങളിൽ ആരാണ് കൂടുതൽ സുന്ദരി എന്ന് തർക്കമുണ്ടായി. എനിക്കാണ് നിന്നേക്കാൾ ഭംഗി, ഒരുവൾ പറഞ്ഞു. അല്ലല്ല, ഞാനാണ് നിന്നേക്കാൾ സുന്ദരി എന്നാണ് ഈ കുളത്തിലുള്ളവരെല്ലാം പറയുന്നത്. എന്നാൽ നമുക്ക് തർക്കിക്കേണ്ട. ഈ കാര്യത്തിൽ മുതലച്ചൻ്റെ അഭിപ്രായം സ്വീകരിക്കാം. പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? കഥ പൂർത്തിയാക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ബാക്കി കഥ എഴുതണം. എങ്ങനെ എഴുതാം? ഒരു എക്സാമ്പിൾ നോക്കിക്കേ. അങ്ങനെ അവർ മുതലച്ചനോട് അഭിപ്രായം ചോദിച്ചു. നിങ്ങൾ 2 ആളും സുന്ദരിമാർ തന്നെ. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. നിങ്ങൾ മടിക്കാതെ അടുത്തു വരൂ. മുതലച്ചൻ ആവശ്യപ്പെട്ടു. സുന്ദരിമാർ അതനുസരിച്ചു. അവർ 2 പേരും മത്സരിച്ച് മുന്നോട്ട് നീങ്ങി. മുതലയുടെ വായയുടെ തൊട്ട് മുന്നിലെത്തി. മുതല മുന്നോട്ട് നീങ്ങി വായ തുറന്നു. മീനുകൾ 2ഉം മുതലയുടെ വായുടെ തൊട്ട് മുന്നിലെത്തി. അതോടെ അവരുടെ കഥ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം? കഥ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എഴുതാം കേട്ടോ. ഇനി അവസാനത്തെ പ്രവർത്തനം 6. കത്ത് തയ്യാറാക്കുക. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠഭാഗം ഇഷ്ടപ്പെട്ടുവല്ലോ. സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരന് ഒരു കത്തെഴുതുക. നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുകാരനൊരു കത്ത് എഴുതണം. ആരെ പരിചയപ്പെടുത്തിക്കൊണ്ടാ? സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിനെ. ഒരു കത്തിൻ്റെ മാതൃക നോക്കിയാലോ? ആദ്യം എന്ത് എഴുതണം? ഡേറ്റ്, സ്ഥലം, എന്നിട്ടോ പ്രിയപ്പെട്ട നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരൻ്റെ പേര് എഴുതണം കേട്ടോ. പ്രിയപ്പെട്ട സിനിക്ക്, എന്തുണ്ട് വിശേഷം? സുഖമാണോ? വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നോ? നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. വളരെ സന്തോഷത്തോടെയും എന്നാൽ കുറച്ച് വിഷമത്തോടെയുമാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഇന്നലെ മലയാളം ക്ലാസ്സിൽ പ്രതിസന്ധികളെ മറികടന്ന് ജീവിത വിജയം കൈവരിച്ച സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിനെ കുറിച്ചുള്ള കഥ ടീച്ചർ പറഞ്ഞു തന്നു. കഥ കേട്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും പിന്നീട് സന്തോഷവും ആത്മവിശ്വാസവും എന്നിലുണ്ടായി. പരിശ്രമിച്ചാൽ നേടാൻ പറ്റാത്തതായി ഒന്നുമില്ലെന്ന് ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കി. ഈ ചിന്ത നിന്നിലും ഉണ്ടാകണം. ബാക്കി വിശേഷങ്ങൾ നേരിൽ കാണുമ്പോൾ പറയാം. നിർത്തട്ടെ. സ്നേഹത്തോടെ പ്രിയ അച്ചു. ഇങ്ങനെ നിങ്ങളുടെ പേര് എഴുതണം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എല്ലാവരും നല്ലപോലെ പഠിച്ച് പരീക്ഷ എഴുതണം കേട്ടോ. താങ്ക് യു.